ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. ഇതാണ് മന്ത്രി. ഇതുപോലത്തെ ഒരു പവറുള്ള ഒരു തൻ്റെയുള്ള ഒരാളായിരുന്നു നമുക്കിവിടെ ആവശ്യം. കാരണം എനിക്കിവിടെ തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രിനേക്കാളും കുറച്ചുകൂടി മുമ്പന്തിയിൽ നിൽക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇദ്ദേഹമായിരിക്കും അല്ലേ. കാരണം ഇദ്ദേഹം കണ്ട് കേരളത്തിൽ കണ്ട് ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതിന് ശേഷം തുടങ്ങിയൊരു സംഭവമാണ് തൂഫാൻ. മൂപ്പരാളം കണ്ട് ഇറങ്ങിയിട്ടാണ് തൂഫാൻ എന്നുള്ള പേരിലും കണ്ട് തൂത്തങ്ങോട്ട് വാരി തുടങ്ങി. അവിടെ മുതൽ തുടങ്ങിയതാണ് അല്ലേ. കാരണം ഇദ്ദേഹത്തെ എതിർത്ത ആൾക്കാർ വരേക്കും ഇന്ന് ഇദ്ദേഹത്തിനോട് ഇവിടെ ഇഷ്ടം ഇവിടെ തോന്നിപ്പോയിട്ടുണ്ടാവും അല്ലേ, എതിർ പാർട്ടിക്കാർക്ക് വരേക്കും. കാരണം എന്താണ്, ഇദ്ദേഹം ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം കേരളത്തിൻ്റെ മണ്ണിൽ ഇവിടെ ചെയ്യുന്നുണ്ട്, നമ്മളത് എല്ലാവരും ഇവിടെ കാണുന്നുണ്ട്. ഇല്ലേ, ഗുണ്ടകളെ വളർത്താൻ ഇവിടെ സമ്മതിക്കൂല. ഗുണ്ടകളെ വളർത്തുന്ന ആൾക്കാർ ആരാണോ അവരെ വളർത്താനും ഇവിടെ സമ്മതിക്കൂല. എല്ലാവരെയും അടിവേരും കെട്ടി ഇറക്കിയിട്ട് ഇങ്ങോട്ട് കഴുത്തും കെട്ടി പിടിച്ച് കണ്ടിട്ട് പറിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് ഇദ്ദേഹം ഇവിടെ വന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസമുണ്ട്, എന്തേ ഇദ്ദേഹം പറയണത് വെറുതെ അല്ല, പറഞ്ഞിട്ടുണ്ടോ അത് ഇദ്ദേഹം ഇവിടെ ചെയ്യും എന്നുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആകെ ഭ്രാന്താലയൊക്കെ ഇവിടെ മാറിയത് എന്തുകൊണ്ടാണ്? നിയമം ശരിയല്ലാത്തത് കാരണം കൊണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ചായി ഇയാളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക, ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് പുറം കാലം കൊണ്ട് ചവിട്ടിക്കാണ്ട് ബാക്ക് കണ്ട് ഇട്ടിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓരൊക്കെ ഇന്ന് ഇങ്ങോട്ട് മാടി വിളിക്കുന്നുണ്ടാവും, നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് കേരളത്തിലെ മക്കൾക്ക് ആവശ്യമെന്ന് ഇവിടെ പറയാണ്ടേ. ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്കിവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലെ സത്യസന്ധതയോട് കൂടിയിട്ട് പവറോട് കൂടിയിട്ട് തൻ്റെയോടത്തോട് കൂടിയിട്ട് പണിയെടുക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇദ്ദേഹമായിരിക്കും. മറ്റുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അത്രത്തോളം എടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടിയും ഒന്നിവിടെ കമൻ്റ് ആക്കി. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?